ഹായ് ഗൈസ്. അപ്പം നമ്മൾ മുടി വെട്ടി കുളമാക്കിയതിന് ശേഷം അടുത്ത് അവതരിപ്പിക്കാൻ പോകുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കളർ ചെയ്യാൻ പോവാ ഗൈസ്. അറിയത്തില്ല ഇതെന്തൊരു കോലമാവുമെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പം ഞാൻ വീണ്ടും എൻ്റെ മുടി വെട്ടിത്തന്ന ആളുടെ അടുത്ത് തന്നെയാണ് വന്നേക്കുന്നത്. അവള് ബൗളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി മിസ്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് സംഭവമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ സുനാപ്പി എന്ത് ചെയ്യും? മറ്റേ കളർ ചെയ്ത സാധനം ബോക്സ് എന്ത് ചെയ്യും ഗൈസ്? നമുക്കിത് ആമസോണിൽ നിന്നാണ് കിട്ടിയത്. ഓണം ഈ ബ്രഷ് നിങ്ങളുടെ കളർ ചെയ്യാൻ പോണ ഇത് ഞാൻ അന്ന് അയച്ച മറ്റേ വീഡിയോ നോക്കിയായിരുന്നു. മറ്റേ ഇനി ഇത് ബ്ലോണ്ട് പൗഡർ ഇതാണ് ആദ്യം ചെയ്യാനുള്ളത്. സ്റ്റെപ്പ് 1. ഗ്ലൗസ് ഉണ്ട് ഗൈസ്, ഗ്ലൗസ് ഒക്കെ ഗ്ലൗസ് ഒട്ടിച്ചു തരാം. ഇതിവിടെ വെക്കാം നമുക്ക് ഗൈസ്. ഇത് ഗ്ലൗസ് ആണ്, ഗ്ലൗസ് രണ്ട് കയ്യിലും പിന്നെ എന്താ അവൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുക. നമുക്ക് മിസ് ചെയ്യാം. ഒരു ബൗൾ എടുത്തു ഗൈസ്. ഇതിനകത്ത് നമുക്കിനി ഇതിൽ പോയാൽ അവർക്ക് ബ്ലോണ്ട് പൗഡറും എടി ഫാൻ ഓഫ് ചെയ്താൽ ചെയ്യേണ്ട സാധനമൊക്കെ ഞങ്ങൾക്ക് വീട് അയച്ചു കൊടുത്തു. അവൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മള് മുടി അല്ല, മുടി വേണ്ട, നമ്മൾ ഈ ഉടുപ്പ് മാറ്റണം. ഇതെന്റെ ഉടുപ്പല്ല, എന്റെ കൂട്ടുകാരുടെ ഉടുപ്പാണ്. ഇല്ല അവൾ നമ്മളെ അടിച്ചു കൊല്ലും. ഇടി കുറവുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ അയച്ചു തരാമോ? ഇത് വകലിടും. ഞാൻ വകലിടും. എടുത്തോ കാത്തില്ല. ഞാൻ ഉടുപ്പ് മാറ്റിട്ട് ഇത് ഇവിടെ ഉടുപ്പാണ്. ഇതാകുമ്പോ അയക്കായാലും കുഴപ്പമില്ല. ഇത് നമ്മള് പൊട്ടിപ്പിക്കല്ലോ. ഇളകിയിരിക്കുന്നു. അപ്പൊ അവിടെ ഗ്യാസ് കയറും, നേര് കയറും. അതെടു. എന്റെ മോന്തി കളിച്ചിട്ടില്ല. എന്തോ മോനെ രണ്ടാക്കിലോട്ട് എത്തിക്കോട്ടെ. ഇടി അതല്ലടി പൊട്ടത്തി ആദ്യം ഇടണ്ടല്ലോ. അത് ഇറി എടി ഇത് ആദ്യം ഇട്. പൗഡർ അതിനെന്തിനാ പിടിക്കുന്നേ? ഇടി അത് മറ്റേ പൊടി കൂട്ടുള്ള സംഭവം. ഭയങ്കരമായിട്ട് വെച്ച് തട്ടരുത്. മൂക്കി കയറുന്നുണ്ടെങ്കിൽ സ്മെല്ലാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ കലക്കുന്നു. ബ്രഷ് ഡെവലപ്പർ ഞാൻ ഒഴിക്കുന്നത് ഇല്ലെങ്കിൽ എന്റെ നോക്കി ഇത് കുളമായി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ കേറണ്ട. ഞാൻ ഇവിടെ കിടന്നു. ഇളക്കാവട്ടെ.
wash and towel try ചെയ്യണം. മുടി കഴുകാനോ? തീരെ കൊടുക്ക്. ഒട്ടും ദിവസം അതായത് നമ്മൾ ചെയ്യുന്നത് 15 മിനിറ്റ് ചെയ്തു 30 മിനിറ്റ് തുടങ്ങും. അത് ചെയ്ത് അതും കിട്ടുന്നുണ്ടോടി? ഇടനീർമാരി കളിക്കല്ലേ, ഇത്രയും വെച്ചിട്ടുണ്ട്. അടുത്ത അനിയും ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യും. കേട്ടെ പൊടി ആ കുന്ത്രണ്ട് എന്റെ മോളൊക്കെ വെച്ചേക്കല്ലേ. ഇച്ചിരി തേച്ചിട്ട് ബാക്കി കൈ വെച്ചാൽ ആക്കിയാൽ മതി. എന്റെ മൂക്ക് പെട്ടെന്നോട്ട് ചെയ്യണം. മതി ഉണ്ടോ പറ്റിയത് തോത്തു? മറ്റേ ചീപ്പ് വെച്ച് നടത്തെടുക്കാം. ഗൈസ് നമ്മളൊരു കുറേ പോലെ ചെയ്തു. ഇനി ചീപ്പ് ഇനി ഇടുന്നു അവരെടുക്കണേ. ഇട്ടാലും മാറത്തില്ലയോ? ഇല്ലായിരിക്കും. കളറായി അവരെടുത്താൽ മതി കേട്ടോ. ചെയ്തതിന് ശേഷം വരാതെ ഗൈസ്. അങ്ങനെ നമ്മൾ താഴെയൊക്കെ ചെയ്തു. താഴെ ചെയ്തപ്പോൾ തന്നെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഇതൊക്കെ ഒപ്പിച്ചൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇതേ കൂട്ട് വാരി തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി 30 മിനിറ്റ് കൊണ്ട് ഇരിക്കണം. പിന്നെ നമുക്കത് കഴുകി നോക്കാം. എന്റെ മുടി കളർ ചെയ്ത് കുളമാക്കിയിട്ട് അവള് കിടന്ന് സുള്ളുന്നു ഗൈസ്. ഹായ് പറത്രയ. ഹായ് 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 ഗായ്സ്. നമുക്ക് നമ്മുടെ ത്രേയുടെ ചേട്ടൻ എന്തോ ഒരു സാധനം കൊടുത്തത്, ഐസ്ക്രീമിന്റെ സാൻഡ്വിച്ച്. ത്രേ കാണിച്ചാണ് കണ്ടോ? അവളുടെയിലുണ്ട്, നമുക്ക് തിന്നാം ഗൈസ്. ഞാൻ ആദ്യമായിട്ടാ തിന്നുന്ന. അവിടെ ഞങ്ങളുടെ അടുത്ത കടയിൽ നിന്നിട്ടൊന്നുമില്ല. ഞങ്ങള് സിറ്റിയിലാണ്, മനസ്സിലായത് ഗൈസ്. ഇതങ്ങനെ 30 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ചൊക്കെ കളറൊക്കെ മാറി. അപ്പൊ നമുക്കിതിന് പോയിട്ട് വാഷ് ആക്കിയിട്ടൊക്കെ വരാം. ഞാനിത് പോയിട്ട് കഴുകിയിട്ട് വരാം. ഹായ് ഗൈസ്. നമ്മള് മുടിയൊക്കെ പോയിട്ട് കഴുകി. ഒരു യുദ്ധമായിരുന്നു. ഇല്ല, ഒരു കാരണവശാലും ഇല്ല. സംഭവം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങള് മണ്ടത്തരം കാണിച്ചു. ആദ്യമായി താഴെ അടിച്ചിട്ട് മേലോട്ട് അടിച്ചാൽ മതിയാണ്. പക്ഷെ ഞങ്ങൾ മേലെ അടിച്ചിട്ട് താഴെ വന്ന കാരണം കളർ തികഞ്ഞില്ല. ഞങ്ങൾക്ക് ഇനി വേറെയൊക്കെ മേടിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ കളർ അടിച്ചാലേ മൊത്തം തികയത്തുള്ളൂ. തുറക്കണ്ടേ? ഉണക്കട്ടെ.
കുറെ ഒക്കെ ആയിട്ടുണ്ട്, പക്ഷെ കുറച്ച് സ്ഥലത്തൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഞാൻ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ വന്നിട്ട് വീണ്ടും കളർ അടിച്ചാൽ നമുക്ക് താഴോട്ടൊക്കെ അടിക്കാൻ പറ്റും. എനിക്ക് താഴെ കുറച്ച് നല്ല രീതിയിൽ കളർ വേണം. പക്ഷെ നമ്മളെ പൊട്ടത്തിലും കാണിച്ചു നമുക്ക് മിക്സ് ചെയ്യാം. മമ്മി പറയും ഇറങ്ങ്. വീട്ടിൽ കുറെ കൂടി ഇട്ടുണ്ടായിരുന്നു കളർ. ഒരാൾക്ക് കളർ ചെയ്യാനുള്ളത് ഞാൻ പിള്ള ക്രീം എനിക്ക് മുഖത്തിടാൻ കേട്ടോ. സോന ചുമന്നത് കളർ നമ്മൾ ഡെവലപ്പർ ഒഴിക്കുന്നത്. ഞാൻ ഒഴിക്കാം, പിന്നെ എനിക്ക് വിശ്വാസമില്ല. ആ ഇവളാണ് എനിക്ക് ഓരോന്നും പറഞ്ഞു തന്നിട്ട് എനിക്ക് ഇനി 31 തീയതി കൊണ്ടുവരാവേ. 31 തീയതി കിട്ടും. അപ്പൊ നേരത്തെ ശനിയാഴ്ച നീ കാണും. അതറിയാം. മറ്റേ ക്യാൻസൽ ആദ്യം കൂടി നേരെയാക്കട്ടെ. ചെയ്യുമ്പോഴേ കൊണ്ടുപോ വലിച്ചേച്ചില്ലേ മറ്റേ ഷോൾ എടുക്കില്ലെങ്കിൽ ഉടുപ്പിലൊക്കെ ആവും. അല്ലെങ്കിൽ ആവും. കിട്ടിയോ? അതെന്താ കാണിച്ചു ഓരോ എന്നിട്ട് അത് വേണ്ടായിരുന്നോ? കൈ പറ്റും. അത് കഴിവൊന്നും പോകും. ഇല്ല പോവും. മുഖത്ത് പറ്റിക്കില്ല. ഇതിങ്ങനെ ചെയ്ത ഈ മുടി പറന്നെന്റെ കണ്ണാത്ത് വീഴും. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തു. കളറൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഞാൻ വിചാരിച്ചുകൊണ്ട് ഫുൾ ഇങ്ങനെ കളർ അടിക്കാൻ പറ്റിയില്ല. കുറച്ച് സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇത് ഹൈലൈറ്റ് കിറ്റ് ആണല്ലോ, ചെറുതായിരുന്നു. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി ഇപ്പൊ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പൊ ഓർഡർ ചെയ്തേ ഉള്ളൂ. അപ്പൊ അത് വന്നിട്ട് നമുക്ക് ഇനിയിപ്പം ഒന്നും കൂടെ താഴെയൊക്കെ ചെയ്താലേ നേരെ ആവത്തുള്ളൂ. മേലൊക്കെ അത്യാവശ്യം അടിച്ചിട്ടുണ്ട്. ബാക്കിൽ അടിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ ഇനി നമ്മൾ കളർ അടിക്കണം ഗൈസ്. അപ്പൊ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ഇത് വാഷ് ഒക്കെ ചെയ്തിട്ട് ഇവരുടെ തന്നെ 2 കണ്ടീഷണറും ഉണ്ട് കേട്ടോ. ഈ പാക്കറ്റിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ എനിക്കറിയാൻ മേല. എന്തൊരു സാധനം, ഇങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഒരു ബ്രഷ്, പിന്നെ ഡെവലപ്പർ, അതിന്റെ കൂടെ തന്നെ കളറിന്റെ വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ബ്ലോൺ പൗഡറും പിന്നെ ഡെവലപ്പറും. ഇത്രയും സാധനമാണ് വരുന്നത്. പിന്നെ ഒരു മാനുവൽ ഉണ്ട് നമുക്ക് വായിച്ചിട്ട് ചെയ്യാനായിട്ട്. ഇത്രയും സംഭവങ്ങളാണ് ഇതിന്റെ കൂടെ കിട്ടുന്നത്. ഇനിയിപ്പോ നമുക്ക് നോക്കാം. ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് കഴുകിയിട്ട് വരാം.
ഗൈസ് ദേ ഇങ്ങനെയൊക്കെ ഒരു വലിയ റോഡ്. എടി ഇങ്ങനെ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂര്യന്റെ വെട്ടത്തിറങ്ങുമ്പോഴത്തേനും തെറിച്ച് സത്യവാടി ഇവിടെ മാത്രം ഭയങ്കര തലയിൽ തീ ഇട്ടിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. അപ്പൊ ദേ സൂര്യന്റെ കീഴിൽ പോയി നിൽക്കുമ്പോഴത്തേനും ഇതാണ് എന്റെ ഹെയറിന്റെ കളർ. എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം അടിച്ചപ്പോഴത്തേനും ഭയങ്കര കളർ കൂട്ട് തോന്നി. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചേരുന്ന കളറാണ്. പിന്നെ അടുത്തൊരു വീഡിയോ ടൈം വീണ്ടും വരാം ഗൈസ്. അപ്പൊ ഇപ്പോഴത്തേക്ക് ബൈ.